SNDP NSS ഐക്യം പാളിയത് സംവരണ വിഷയത്തിൽ. ഐക്യമുണ്ടായാൽ ഗുണം SNDPക്ക് എന്ന് ഡയറക്ടർ ബോർഡ് വിലയിരുത്തി. ആകെയുള്ള 28 ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ 25 പേരും ഐക്യത്തെ എതിർത്തു. ഷിനോജ് ജസ്റ്റിയാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്. ഷിനോജ്, SNDPയുടെ രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിഞ്ഞുള്ള പിന്മാറ്റം എന്നുള്ളതൊക്കെയായിരുന്നു ഇന്നലെ വന്ന പ്രതികരണം. സംവരണത്തിൽ തട്ടിയാണ് പോയ കാലത്തും SNDP NSS ഐക്യം നടക്കാതെ പോയത്. അതുതന്നെ ആവർത്തിക്കുന്നു എന്നുള്ള ഇപ്പോഴത്തെ വിശദീകരണത്തിന്റെ പിന്നിൽ എന്താണ്? മധു, ഒരിക്കൽ കൂടി NSS SNDP ഐക്യം അത് സംവരണ വിഷയത്തിൽ തട്ടി പാളുകയാണ്. നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ സംവരണ വിഷയത്തിൽ തട്ടിയാണ് NSS SNDP ഐക്യം പാളിയത്. ഇന്നലെയും അത്തരത്തിൽ ഡയറക്ടർ ബോഡി NSS വിളിച്ചു ചേർത്ത സമയത്ത് സംവരണ വിഷയത്തെ കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഡയറക്ടർ ബോർഡിലെ ഭൂരിഭാഗം ആളുകൾ എന്ന് പറയുമ്പോൾ ആകെ 28 ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ 25 പേരും NSS SNDP ഐക്യത്തെ എതിർത്തു. ബാക്കിയുള്ളവർ അഭിപ്രായം ഒന്നും തന്നെ പറഞ്ഞില്ല. അതായത് ബോർഡിന്റെ എന്താണ് തീരുമാനിക്കുന്നത് അതിന്റെ ഒപ്പം നിൽക്കും എന്തരത്തിലുള്ള അഭിപ്രായമാണ് മറ്റുള്ളവർ സ്വീകരിച്ചത്. 25 പേരും കർശനമായി പറഞ്ഞു ഇത്തരത്തിൽ ഐക്യം പാടില്ല. അത് ഐക്യം ഉണ്ടാകുന്നത് സംവരണവുമായി ബന്ധപ്പെട്ട് NSSന് വളരെയധികം തിരിച്ചടി ഉണ്ടാക്കും. പ്രത്യേകിച്ച് അത് ആത്യന്തികമായി ഗുണമുണ്ടാക്കാൻ പോകുന്നത് SNDPക്ക് മാത്രമാകും. അതിനാൽ തന്നെ ഐക്യത്തിന് കൈകൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇന്നലെ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ NSSന്റെ മഹാഭൂരിപക്ഷം 25 പേര് സ്വീകരിച്ചത്. അതിനെ ചൊല്ലിയാണ് അതിന് പിന്നാലെയാണ് അത്തരത്തിലൊരു പ്രമേയം NSS ഇപ്പോൾ ഇന്നലെ തന്നെ പുറത്തിറക്കി പാസാക്കിയത്. അതിൽ ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് സംവരണമാണ് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. 28 പേരിൽ 25 പേരും ഇതിനെ ഐക്യത്തെ എതിർത്തുകൊണ്ട് ഇന്നലെ തന്നെ അവർ സംസാരിച്ചു. ബാക്കിയുള്ളവർ അഭിപ്രായങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. എന്തായാലും പല കാരണങ്ങൾ ഇന്നലെ തന്നെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. എന്താണ് ഇത്തരത്തിൽ ഒറ്റ രാത്രി കൊണ്ട് സുകുമാരൻ നായർ ഇത്തരത്തിൽ ഐക്യത്തിൽ നിന്ന് പിന്മാറാൻ എന്താണ് കാരണം? പ്രത്യേകിച്ച് ഈ പത്മ പ്രഖ്യാപനമാണോ? അത്തരത്തിൽ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും സംവരണമാണ് അത്തരത്തിൽ ഈ ഐക്യ ചർച്ചകളിൽ നിന്ന് NSSനെ പിന്നോട്ടടിപ്പിച്ചത്. പ്രത്യേകിച്ച് സുകുമാരൻ നായർ വിഷയമാണ് എന്നുള്ളൊരു വിശദീകരണം വരികയാണ് എങ്കിൽ വിവിധ കരയോഗങ്ങളുടെ അടക്കം പിന്തുണ അതിന് ലഭിക്കും. സമുദായത്തിന്റെ താല്പര്യമാണ് അതിൽ പ്രതിഫലിച്ചത്. സമുദായത്തിന്റെ താല്പര്യത്തിന് അതീതമായ രാഷ്ട്രീയ താല്പര്യമല്ല എന്നത് വിശദീകരിക്കാൻ കഴിയും. പക്ഷെ ആ വിശദീകരണം വരുന്ന ഒരു ദിവസത്തിന് ശേഷമാണ്. മധു, ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞത് ഇത്തരത്തിൽ ഈ ഐക്യ ചർച്ച അത് പാളിപ്പോകാൻ പ്രധാനപ്പെട്ട കാരണം SNDPയുടെ SNDPയുടെ ഇടപെടലുകളിൽ ചില രാഷ്ട്രീയം ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു ചർച്ചകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത് ഇത്തരത്തിലൊരു ഐക്യ ആഹ്വാനം ആദ്യഘട്ടത്തിൽ നടത്തിയത് വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷേ ചർച്ചകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയത് വെള്ളാപ്പള്ളി നടേശന്റെ മകനായിട്ടുള്ള NDAയുടെ ഭാഗമായിരിക്കുന്ന PDJSന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ BJPയിൽ നിന്ന് ഒരാൾ ഇത്തരത്തിൽ ഇങ്ങനെ വരുന്നു, ചർച്ചകൾക്ക് വേണ്ടി ദൂതനായി ഇവിടെ എത്തുന്നു. വെള്ളാപ്പള്ളി നടേശനല്ലേ വരേണ്ടത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഇന്നലേക്ക് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കാരണം അതൊന്നും തന്നെ അല്ലായിരുന്നു. സംവരണമായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. സംവരണത്തിൽ തട്ടിയാണ് ഈ ഐക്യ ചർച്ചകളൊക്കെ തന്നെ പാളിയത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഡയറക്ടർ ബോർഡ് ചേർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ നടന്ന സമയത്ത് തന്നെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ചർച്ചയാക്കിയത്. അതിൽ 28 പേരിൽ 25 പേരും സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ആത്യന്തികമായി ഗുണം ചെയ്യുന്നത് NSSന് ആണ്. അത് NSSനല്ല, SNDPക്കാണ് അത് ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത്. അതിനാൽ തന്നെ ഐക്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ അത് NSSനുണ്ടാക്കുന്ന ദോഷം വളരെ വലുതാണ് എന്ന കാര്യം അവർ വിശദമായ വിവരങ്ങൾ നൽകിയത്.